പരിശുദ്ധ കുർബാന ഒരേ സമയം ബലിയും വിരുന്നുമാണ്. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപപരിഹാരത്തിനും നിത്യജീവനുമായി യേശു എന്നേക്കുമായി ഏക ബലിയർപ്പിച്ചു. നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ ബലിയിലൂടെ പഴയ നിയമ ബലികളെല്ലാം പൂർത്തിയാക്കപ്പെട്ടു. പഴയ പെസഹ കുഞ്ഞാടിൻ്റെ ബലിയുടെ സ്ഥാനത്ത് പുതിയത് സ്ഥാപിക്കപ്പെട്ടു. പരിശുദ്ധ കുർബാന ബലിയാണ്, അതേസമയം വിരുന്നുമാണ്. അവിടെ അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു. എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇതെൻ്റെ രക്തമാകുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഈ വാക്കുകളിൽ 3 പ്രധാന കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്ന്, സ്നേഹത്തിൻ്റെ ആഹ്വാനം. വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന വാക്കുകൾ നമ്മുടെ കർത്താവിൻ്റെ ജീവനിൽ പങ്കുചേരാൻ നൽകുന്ന സ്നേഹ ആഹ്വാനത്തെ സൂചിപ്പിക്കുന്നു. മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരമായി സ്വജീവൻ സമർപ്പിച്ചുകൊണ്ട് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ശാശ്വതമായ ഉടമ്പടിയിലേക്കും നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന മെസ്സയാനിക വിരുന്നിലേക്കും ഏവരെയും ആഹ്വാനം ചെയ്യുകയാണ് യേശുമിശിഹ. അതായത് നിത്യജീവനിലേക്കുള്ള അവകാശം സൗജന്യമായി നൽകിക്കൊണ്ട് അത് സ്വതന്ത്ര മനസ്സോടെ സ്വീകരിക്കാൻ കർത്താവ് നമ്മെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു, അടിച്ചേൽപ്പിക്കുകയല്ല. 2, മെസ്സയാനിക വിരുന്നിലേക്കുള്ള ക്ഷണം. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വിരുന്നിൻ്റെ പശ്ചാത്തലത്തെ സൂചിപ്പിക്കുന്നു. പെസഹ വിരുന്നിൻ്റെ അവസരത്തിലാണ് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തതെങ്കിലും 2 കാരണങ്ങളാൽ പെസഹ ഭക്ഷണത്തിനുള്ള ആഹ്വാനമല്ല ഇവിടെ കർത്താവ് നൽകുന്നത്. ഒന്നാമതായി, പെസഹ ഭക്ഷണത്തിന് ശേഷമാണ് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തത്. രണ്ടാമതായി, ഇവിടെ പെസഹ അപ്പത്തിൻ്റെയും പെസഹ കുഞ്ഞാടിൻ്റെ മാംസത്തിൻ്റെയും സ്ഥാനത്ത് കർത്താവ് നൽകുന്ന തൻ്റെ സ്വന്തം ശരീരരക്തങ്ങളാണ്. അതായത് തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ആത്മീയ വിരുന്നിലേക്കാണ് ഇവിടെ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്, ശാരീരിക ഭക്ഷണത്തിലേക്കല്ല. മെസ്സയാനിക വിരുന്നിൻ്റെ, അതായത് സ്വർഗരാജ്യത്തിൽ മിശിഹായോടൊത്ത് ആസ്വദിക്കാനിരിക്കുന്ന വിരുന്നിൻ്റെ മുന്നാസ്വാദനമാണിത്. സീനായി ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലും ഇപ്രകാരമൊരു വിരുന്നിൻ്റെ മുന്നാസ്വാദനം കാണുന്നു. സീനായി ഉടമ്പടി ഉറപ്പിക്കുന്ന സന്ദർഭത്തിൽ മോശയും അഹ്റോനും നാദാബും അബിഹുവും 70 ശ്രേഷ്ഠന്മാരും കർത്താവ് ക്ഷണിച്ചതനുസരിച്ച് സീനായി മലയുടെ മുകളിൽ ചെന്നപ്പോൾ അവർ ദൈവത്തെ കണ്ടു. അനന്തരം അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. പുറപ്പാട് 24, 10, 11 വാക്യങ്ങൾ. അത് ആത്മീയ അനുഭവമാണ്. ഇവിടെയും ശിഷ്യരുടെ മാനുഷിക നേത്രങ്ങൾ കൊണ്ട് കൺമുമ്പിൽ കണ്ടറിയുന്നവനല്ല സാക്ഷാൽ യേശു മിശിഹ. സ്വർഗരാജ്യത്തിൽ മിശിഹായോടൊത്തുള്ള വിരുന്നിൽ മാത്രമേ ഉടമ്പടി ജനം അവിടുത്തെ പൂർണ്ണമായും തിരിച്ചറിയുകയുള്ളൂ. എങ്കിലും പരിശുദ്ധ കുർബാനയാകുന്ന വിരുന്നിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവം അവർണ്ണനീയമാണ്.